ചെമ്പൻചേട്ടനാണെങ്കിലും അഷ്റഫയ്ക്കാണെങ്കിലും എനിക്ക് എടുത്തു പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഇത് ഭയങ്കര മ്യൂട്ടഡ് ആയിട്ട് സോബർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സംഭവം കൊള്ളാം, നമുക്കൊരു പ്രാവശ്യം കൂടെ എടുത്താലോ? സംഭവം ശരിയാണ്, നമുക്കൊരു പ്രാവശ്യം കൂടെ എടുത്താലോ? ദാറ്റ് ഗോസ് വിത്ത് എവരിബഡി. എന്റെ ആ സംഭവം ശരിയാണല്ലോ എന്ന് അഷ്റഫിക്ക പറയുകയാണെങ്കിൽ ഐ പേഴ്സണലി ഫീൽ ഇസ് ലൈക്ക് അത് നമ്മൾ ആസ് എൻ ആക്ടേഴ്സ് നമ്മളെ it helps us to improvise more. എപ്പോഴും നമ്മൾ പറയുന്നത് ഓ ഇറ്റ്സ് എ വെരി ബോൾഡ് ക്യാരക്ടർ ഓക്കെ. ഇത് പറയാത്ത ഒരു ഇന്റർവ്യൂസോ അതല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള റിവ്യൂസ് വരുമ്പോഴൊക്കെ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ ബോൾഡ്നെസ് എന്താണ്? എനിക്കറിയാവുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് മദ്യപിക്കുന്നതും അല്ലെങ്കിൽ ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. നമ്മൾ അതൊക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. റീത്ത എന്ന് പറയുന്നത് എന്റെ കുറേ സംഭവങ്ങൾ ഈ റീത്തയിലുണ്ട്. ഹലോ എവറിബഡി, വെൽക്കം ടു FTQ. ഇത് രേഖ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണ എന്റെ FTQ പ്ലസിലെ ലേഡീസ് ഓൺലി സ്പെഷ്യൽ ആണ്. ഇന്ന് സംസാരിക്കാൻ പോണ 3 പേരും 3 സെൻസിബിൾ ആക്ട്രസ്. അവര് ഇപ്പൊ ന്യൂസിൽ തിളങ്ങി നിൽക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. പക്ഷെ എനിക്ക് അവരെ പറ്റി പറയാനുള്ളത്, ഇവരുടെ ഒരു പ്രൊഫഷണൽ കരിയർ കൂടെ മുന്നോട്ടേക്ക് പോയി അവരുടേതായിട്ടുള്ളൊരു എന്താ പറയാ ഒരു പാത അവരെന്നെ ഉണ്ടാക്കി. ചിലപ്പോൾ പാത ചെറുതായിരിക്കും, ചിലപ്പോൾ പാത വലുതായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഭീമന്റെ വഴിയിലെ മൈൽ സ്റ്റോൺസ് ആയിട്ട് നിൽക്കുകയാണ് ഇവര്. ടുഡേ ഐ എം സോ എക്സൈറ്റഡ് ടു ടോക്ക് ടു ചിന്നു, മേഘ, ദിവ്യ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ 3 പേരും ഞാൻ എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞെന്താ വെച്ചാൽ ഭീമന്റെ വഴിയിലെ 3 മൈൽ സ്റ്റോൺസ് ആണ് നിങ്ങളെന്നാണ്. 3 മൈൽ സ്റ്റോൺസ് ഓക്കെ. ബിക്കോസ് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ പാത ഞാൻ ഹോൾഡ് ചെയ്ത് പഠിക്കുകയായിരുന്നു. നിങ്ങളെ എല്ലാവരുടെയും ഇന്റർവ്യൂസ് ഞാൻ കണ്ടു. അപ്പോ എല്ലാവരോടും നിങ്ങൾ എന്താ പറയുക, നെഞ്ചിൽ ചവിട്ടിയതും പിന്നെ സ്കൂട്ടർ ഓടിച്ചതും അധികം ഭക്ഷണം കഴിച്ച് തടി കൂട്ടിയതും പിന്നെ മലയാളം ഭാഷ പഠിക്കാൻ ഇതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ വാട്ട് ഷാൽ വി സ്റ്റാർട്ട്? ആൻഡ് ഇതുവരെ സംസാരിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തുടങ്ങണം. റൈറ്റ്? ഡു യു അഗ്രി വിത്ത് മീ ഗേൾസ്? പക്ഷെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. സോ ഞാൻ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഓൾ ഓഫ് യു. എന്ന് ഇപ്പൊ ഈ സിനിമ വഴിയിൽ കൂടെ മുന്നോട്ട് പോവാണ്. നിങ്ങൾ ഈ സിനിമ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്റ്റോറി വന്നപ്പോ ഐ എം ഷുവർ യു ഹാവ് ഓൾ ഹാഡ് ഗ്രേറ്റ് ടൈം ഓൺ സെറ്റിലും ഒക്കെ. നിങ്ങളുടെ ഒരു ക്യാരക്ടറും ഒക്കെ സാധാരണ സ്ത്രീ ഒരു പരിവേഷത്തിൽ നിന്നൊക്കെ മാറി ഇറ്റ് ഹാസ് ബിക്കം ഒരു എല്ലാവരും സംസാര വിഷയമായി. റൈറ്റ് നൗ ഈ ഭീമന്റെ വഴി സത്യം പറഞ്ഞ ഹൈവേയിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ വേർ ആർ യു നൗ? ഈ ഹൈവേയിൽ കൂടിയുള്ള സഞ്ചാരം ഇപ്പൊ എങ്ങനെയാണ്? 90 miles an hour. We are high speed, we are going ahead. It's insane, it's exhilarating. I'm sure എല്ലാവർക്കും മൂവിയിൽ ഉണ്ടായിരുന്ന ഓരോ ആൾക്കും അത്രത്തോളം ഫോൺ കോൾസ് വരുന്നുണ്ട്, അത്രത്തോളം മെസ്സേജസ് വരുന്നുണ്ട്. ആൻഡ് ദ ഫാക്ട് ദാറ്റ് the movie is a blockbuster, അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത്രത്തോളം ഓഡിയൻസ് കാണുന്നുണ്ട്. 2, it's everybody universally loved. It's amazing. 3, individually every single one of us are appreciated. അതും ഒരു ഭയങ്കര സന്തോഷമാണ്. And I'm sure everybody is high right now with all the reviews. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ദിസ് ഇസ് ഫോർ മേ ബി ദിവ്യ ഓർ മേഘ ഓർ ചിന്നു, ആർക്ക് വേണ്ടി എടുക്കാം. പക്ഷെ എന്റെ ചോദ്യം എന്താ വെച്ചാല്, ഈ ഒരു എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇറ്റ്സ് എ വെരി ബോൾഡ് ക്യാരക്ടർ ഓക്കെ. ഇത് പറയാത്ത ഒരു ഇന്റർവ്യൂസോ അതല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള റിവ്യൂസ് വരുമ്പോഴൊക്കെ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ ബോൾഡ്നെസ് എന്താണ്? പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി. പ്രൊഫഷണലി how do you describe boldness? And personally, what is your boldness quotient? പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി എങ്ങനെയാണെങ്കിലും ബോൾഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരാളുടെ അടുത്ത് തർക്കുത്തരം പറയുന്നതിലോ അല്ലെങ്കിൽ ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കുന്നതോ അല്ല ബോൾഡ്നെസ്. അത് മാത്രമല്ല, നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ബോൾഡ്നെസ്. അതായത് ഒരു നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ നമ്മൾ മീറ്റ് ചെയ്യും. അത് ജോലിയിലാവട്ടെ, പേഴ്സണൽ ലൈഫിലാവട്ടെ, എന്തെങ്കിലും ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, അത് ഓവർകം ചെയ്ത് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് എത്രത്തോളമാണ്, ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് പോകും, അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഒരാളടിച്ച് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ എന്റെ കൈ തെരിക്കും കുട്ടി.
അല്ല തിരിച്ചടി കൊടുക്ക അല്ല അത് വേറെ ടൈപ്പ് ഓഫ് ബോൾഡ്നെസ്. ഞാൻ അത് ഡെഫിനറ്റ്ലി അത് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ഇപ്പൊ 2 അടി കൊടുത്തിട്ട് മാറി എന്ന് കരഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷെ എങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം, അതാണ് എല്ലാവർക്കും അടി. മേഘ പറയൂ. അതെനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യണം ആക്ച്വലി അറിയില്ല. ഐ എം വെരി മച്ച് എ പ്രാക്ടിക്കൽ വുമൻ ആൻഡ് ഐ ടേക്ക് ദ ലൈഫ് ദ വേ ഇറ്റ് കംസ്. അതിന്റെ അകത്ത് ബോൾഡ്നെസ് മേ ബി സർട്ടൺ ഡിസിഷൻസ് ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു വുമൻ ഇസ് മൈ മദർ. ലൈക്ക് ദ വേ ഷീ ഹാഡ് ടു ലൈക്ക് എന്നെയും അക്കുവിനെയും ഓർ ദ ഫാമിലി നമ്മൾ എല്ലാവരെയും വാട്ട് എവർ സാക്രിഫൈസസ് അമ്മ ഹാസ് ഗിവൻ. അപ്പൊ ഞാൻ കാണുന്ന ഒരു ബോൾഡ്നെസ് വെച്ചാൽ എന്റെ അമ്മ ആക്ച്വലി അടിപൊളിയില്ല. ആക്ച്വലി ഒരു പാവം കൊച്ചാണ് എന്റെ അമ്മ. ലൈക്ക് she has suffered a lot, but then I think her boldness is her patience. Okay, yeah. വിളിച്ചപ്പോ ഒരു ഭാവഭേദവും ഇല്ലാണ്ടിരിക്കുന്ന ഒരു ആദ്യം. So I think for me with regards to Bhimende Vadi, a lot of people ഒരുപാട് ഇന്റർവ്യൂസിൽ ചോദിച്ച കാര്യമാണ് that the women in the movie, you know, they're bold and they're strong, and I'm like, or they're different, and the reason they seem different is because we are not used to seeing such women in cinema. In let's say in majority of films നമ്മൾ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്നും ഫിലിമിൽ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ മൂവിയിലുള്ളത്. പക്ഷെ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുവരുന്ന ലൈക്ക് മേഘ സെഡ് ഹർ മോം, ഐ വുഡ് റീകോൾ മൈ മോം, ദ പീപ്പിൾ ഐ നോ, ഫ്രണ്ട്സ്, ഫാമിലി, ഇവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ for me the choice to exist regardless of whatever is happening around you and how you choose to move about with your affairs regardless of what else is going on. That is how you're bold. അപ്പം നമ്മളിപ്പം ഈ മൂവിക്കകത്ത് കാണുന്ന പോലെ there are characters who counselor has a mother who's not well, but regardless she's going ahead and doing her job in a man's world. നമ്മൾ അങ്ങനെ ഒരുപാട് കൗൺസിലേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് who are representatives, panchayat representatives and state representatives. Like my character is a widow, and she goes ahead and she has a judo center, she's training people, she's staying with her mother-in-law. She's chosen what she wants to do with her life, and she doesn't need the help of her brother or any other authority to tell her what to do with it. She's made her choice, which is similar with the Megha's character, whether it's Kinnari, whether it's Vincey's character Blessy, whether it's Jeeva's character Sita. Everybody has authority to make their choice, and I think that is what boldness is. But you don't really have to call it a bold character because women around us take this decision every single day. We just don't see them in cinema. Exactly. നിങ്ങൾ എല്ലാവരും തന്നെ സിറ്റി ബ്രെഡ് കുട്ടികളാണ് എന്തൊക്കെയാണെങ്കിലും. അപ്പൊ ഇതിൽ നിന്നും നേരെ ഒരു നാട്ടുമ്പുറത്തേക്ക് വരുമ്പോൾ, അതായത് ചില നിങ്ങളുടെ അഭിനയത്തിൽ you have to change something അല്ലേ? താങ്കൾ ഡൽഹിയിൽ നിന്നല്ലേ മേഘ? അതെ. ദിവ്യ കൊച്ചി അല്ലേ? കൊച്ചി. ചിന്നു, you are from Bombay. I grew up in Tanzania, Africa. Yes. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയാ ഒരു കോമൺ വൈബ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം ഒരു സിറ്റി ഇതാണ്. പക്ഷെ ഇങ്ങനത്തെ റോൾ വരുമ്പോൾ ഇറ്റ്സ് ഈസി ഫോർ യു ടു അഡാപ്റ്റ് എന്നോ. നിങ്ങൾ സ്പെസിഫിക്കലി ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഈ 3 ക്യാരക്ടേഴ്സും, ഒരാൾ സ്കൂട്ടർ ഓടിക്കുമ്പോഴും മറ്റേ ജൂഡോ പഠിപ്പിക്കുമ്പോഴും, അതുമാതിരി ഈ എന്താ പറയാ when you have to drink, all those things, there is a quirkiness attached to it, also ഈ പറയുന്ന boldness attached to it. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിലേക്ക്? ആരോടാണ് ആദ്യം ചോദ്യം? ആർക്ക് വേണ്ടി എടുക്കാം? ടേക്ക് 3 all. ഇതിനു വേണ്ടി ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ബിക്കോസ് ഇതുപോലത്തെ ആളുകളെ നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ ചുറ്റിനും എനിക്കറിയാവുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, മദ്യപിക്കുന്നതും അല്ലെങ്കിൽ ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. റീത്ത എന്ന് പറയുന്നത് എന്റെ കുറെ സംഭവങ്ങൾ ഈ റീത്തയിലുണ്ട്. ഇറ്റ് വാസ് ഈസി ഫോർ മീ റീത്തെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചിന്നു അങ്ങനെയായിരുന്നല്ലോ. ചിന്നു തമാശയിൽ ഭയങ്കര ബബ്ലി ആൻഡ് എന്താ പറയാ ചക്കച്ചക്കന്നുള്ള സോഡിയം വളർത്തിട്ട് മറ്റു ക്യാരക്ടർ ബബ്ലി ആൻഡ് വിവേക് എപ്പോഴും പറയില്ലേ, അതിന് കുറെ സട്ടിലാണ് ഈ ക്യാരക്ടർ. അപ്പൊ അതിലേക്ക് വന്നപ്പോ ആൻഡ് ഐ തിങ്ക് ഞാൻ എവിടെ എഴുതി കണ്ടു ചിന്നുവിന്റെ ആ തമാശ ക്യാരക്ടറാണ് ചിന്നുവിന്റെ ഒരു ശരിക്കുള്ള രൂപം എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് പണ്ടത്തെ ഇന്റർവ്യൂവില്. ഇതൊക്കെ എന്റെ ഹോംവർക്കിന്റെ ഭാഗാട്ടോ. അപ്പൊ ഇന്ന് മൊത്തം നിങ്ങളെ കുറിച്ച് കഥ പഠിക്കുന്നു. It's okay. As it is, we like you a lot.
we have established that you are one of our favorite interviewers. We have Right. all seen all your interviews. So Yes. അപ്പൊ ഇവിടേക്ക് വന്നപ്പോ താൻ സട്ടിലായാലും അവസാനം താൻ ഭയങ്കരമായിട്ട് ജാൻസി റാണി ആവുന്നുണ്ടെങ്കിലും അതിലേക്കുള്ള ഒരു വരവ്. so ഇതിനകത്ത് like I've repeated this again in a couple of interviews even today, but I'm repeating this again because I think as an actor this is a very big lesson that I learned also. കാരണം ഇതിനകത്ത് ഒരുപാട് ഇതൊരു നാട്ടിൻ പ്രദേശത്ത് കുറച്ച് വീട്ടുകാരുടെ കഥ ആയതുകൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ മൂവിക്കകത്ത്. അപ്പൊ പലപ്പോഴും പല ക്യാരക്ടേഴ്സും ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. ഇപ്പൊ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടിൻ പ്രദേശത്തുള്ള എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം അതിനകത്ത് ചാക്കോച്ചനും മിൻസിയും ആയിട്ട് നടക്കുന്ന സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലേർഡ് ആയിട്ട് ഞാൻ ഉണ്ട്. പക്ഷെ അവിടെ ഞാൻ തിളങ്ങാൻ നിന്ന് ഇപ്പൊ എന്റെ മുമ്പത്തെ ഒരു ആഡംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സീൻ ഉണ്ടെങ്കിലും ഞാൻ തിളങ്ങി നിൽക്കണം എന്നുള്ളൊരു yes. So for me, she has seen your interviews, Tinu. She has done a very good homework. Yes. But yeah, to actually know that, you know, throughout the movie, because നമുക്ക് ഒരു script reading session ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചെമ്പൻചേട്ടനാണെങ്കിലും അഷ്റഫിക്കാണെങ്കിലും എനിക്ക് എടുത്തു പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഇത് ഭയങ്കര മ്യൂട്ടഡ് ആയിട്ട് സോബർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരുടെ കാര്യം നോക്കി അവർക്ക് കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് I've in real life seen a lot of coaches and trainers. അവരൊക്കെ അവരുടെ ഒരു ഇന്റിമേറ്റ് സർക്കിളിൽ മാത്രം തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പൊതുവേ നമ്മൾ അവരുടെ സ്റ്റുഡൻസിന്റെ ഫ്രണ്ടിലോ അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ കുറച്ചൊരു സോബറാണ്, കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അപ്പം ഫോർ മീ ഡള്ളിങ് ഡൗൺ ദിസ് ക്യാരക്ടർ വാസ് നോട്ട് ഡിഫിക്കൾട്ട് ബിക്കോസ് അത്ര പെർഫോമൻസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സീൻസ് ഒന്നും അതിനകത്ത് അത്രത്തോളം ഇല്ലായിരുന്നു. All I had to do belt myself down a bit. പിടിച്ച് അകത്തേക്കാക്കി. അതെ. മേഘ, യു ആർ ഫ്രം ഒരു കർണാടകയിൽ നിന്ന് വന്ന കുട്ടിയാണ്, കറക്റ്റ്? റെയിൽവേ വർക്ക് ചെയ്തു. അപ്പൊ ഇതൊക്കെ കൂടി വരുമ്പോ അതിനൊരു വേറെ ഇത് വേണല്ലോ, ഒരു കുറച്ച് ഭാഷ പോലും വ്യത്യാസമാക്കേണ്ടി വന്നേനെ അല്ലേ? അതെ. അതെങ്ങനെയായിരുന്നു? കിന്നരി എന്ന ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. ലൈക്ക് ഇൻ ആൻഡ് അറൗണ്ട് ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഞാൻ അടക്കം ചെറുതായിട്ടൊന്ന് when you get rejected, നമ്മുടെ ഫസ്റ്റ് വീഡിയോ അവൻ ഇട്ടിട്ട് പോയി. അവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരിക്കും, പക്ഷെ എന്നാലും ഇട്ടിട്ട് പോയി. അങ്ങനത്തെ ഒരു സോണിലായിരുന്നു. കിന്നരി ഈസ് ആക്ച്വലി എ വെരി ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അതിന് ഞാൻ ഐ തിങ്ക് ഇൻഫിനിറ്റി ടൈംസ് ഞാൻ താങ്ക്സ് പറയേണ്ട ആൾക്കാർ രണ്ടുപേരാണ്. ചെമ്പേട്ടൻ ഹു സ്കെച്ച്ഡ് ദിസ് ക്യാരക്ടർ ആൻഡ് ദെൻ അഷ്റഫിക്ക ഹു മെയ്ഡ് മേഘ കിന്നരി. അപ്പൊ ഇതിനകത്തിലേക്ക് ഈവൻ ഡയലോഗ്സിന് and actually I'll say more with Chembettan because Chembettan actually കുറെ കാലം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. ആൻഡ് ചെമ്പേട്ടൻ ഒരു ഫ്രണ്ടിന്റെ പേര് തന്നെ കിന്നരി ആയിരുന്നു. അപ്പൊ ഞാൻ സ്റ്റിൽ റിമെമ്പർ, ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ കിന്നരിന്നോ കിന്നരിന്നോ ചെമ്പേട്ടൻ ആക്ച്വലി ഷോർട്ട് മീ ലൈക്ക് ഇതെന്റെ ആക്ച്വലി ഒരു ഫ്രണ്ട് ആയിരുന്നു ബാംഗ്ലൂരിൽ. ഞാൻ ഈ പേര് കേൾക്കുമ്പോൾ ഐ ഗോട്ട് ഹുക്ഡ് ടു ഇറ്റ്. അപ്പൊ ഈസ് ലൈക്ക് ഐ ന്യൂ ദാറ്റ് സംവെയർ in any of my scripts ഞാൻ എന്തായാലും എന്തൊരു ക്യാരക്ടറിന് ഈ പേര് കൊടുക്കും. And then I was lucky enough to get a Kinneri. And then it was like that. And then Ashrafika is another very wonderful director I worked with. Ashrafika ഒരു beauty എന്ന് പറഞ്ഞാൽ like നമ്മളിപ്പം he'll give us idea like മേഘ ഇതാണ് scene and then we'll prepare like നമുക്ക് എന്തൊക്കെ വേണം and then we'll tell Ashrafika ഞാൻ ഇങ്ങനെ this is what I'm thinking of, this is I have planned. അങ്ങനെയൊക്കെ Ashrafika അടുത്ത് പറയുമ്പോൾ Ashrafika right from the beginning till the end patiently he'll listen to us. He won't say a thing. Like he'll let us explore. Like നമ്മളിപ്പം ചില സമയത്ത് നമുക്ക് ഇല്ലേ നമ്മൾ ഒരാളുടെ അടുത്ത് കാര്യം പറയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഉത്തരം നമുക്ക് തന്നെ കിട്ടാം. ഇങ്ങനെ എന്റെ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ പോകും. Ashrafika never disturbs a conversation. Ashrafika നമ്മുടെ ഫുൾ സ്റ്റോറി കേൾക്കും and then he's like മേഘ എനിക്ക് സംഭവിച്ചായി, പക്ഷെ എനിക്ക് ഇത് വേണ്ട. So it's very clear. Like നമുക്ക് എന്താ പ്രൊജക്ട് ചെയ്യുന്നത് it's very 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 clear. and then നമ്മളിപ്പോ ടേക്ക് എടുക്കുകയാണെങ്കിൽ പോലും അഷ്റഫിക്കയുടെ രീതിയാണ്. ലൈക്ക് എവറിബഡി വിൽ എഗ്രി വിത്ത്. അഷ്റഫിക്കയിലേക്ക് നമ്മളൊരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവം കൊള്ളാം, നമുക്കൊരു പ്രാവശ്യം കൂടെ എടുത്താലോ, സംഭവം ശരിയാണ്, നമുക്കൊരു പ്രാവശ്യം കൂടെ എടുത്താലോ. ദാറ്റ് ഗോസ് വിത്ത് എവറിബഡി. and then ആ സംഭവം ശരിയാണല്ലോ എന്ന് അഷ്റഫിക്ക പറയുകയാണെങ്കിൽ ഐ പേഴ്സണലി ഫീൽ ഇസ് ലൈക്ക് അത് നമ്മൾ ആസ് എൻ ആക്ടേഴ്സ് നമ്മളെ it helps us to improvise more. Like, okay fine, ഇപ്പം these are the things that my director liked, maybe if I'll add some more like more spices and everything, so it will be like അത് ഇത്രയും കൂടെ ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യും. So Kinneri was somebody like that. ഞാൻ actually I loved Kinneri.
I'm a big fan of Kinvi actually. ദിവ്യ പറഞ്ഞു, ദിവ്യക്കും കൗൺസിലറിന്റെ റോൾ ആയിരുന്നില്ലേ? അതെ അതെ. അപ്പൊ അത് ഈസി ആയിരുന്നോ? മീൻസ് യു ഹാവ് സീൻ സംബഡി അല്ലേ, റെഫറൻസ് മോഡൽ ചുറ്റുമുള്ളത്? നോട്ട് റിയലി. അങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെ നോക്കി പഠിച്ചതൊന്നുമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ചുറ്റിനും ഇതുപോലത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് കൗൺസിലർ ആയിട്ട് പോലും. ഇൻഫാക്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത ആ ഏരിയയിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഞാൻ ജസ്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ചേച്ചി. അപ്പൊ ഞാൻ ആ ചേച്ചിയോട്, പ്രീതി എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്, പ്രീതി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാ ചേച്ചി വർക്ക് ചെയ്യുന്നത്? പക്ഷെ അവരും എന്റെ ക്യാരക്ടറും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അവർ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ഈ കൗൺസിലർ ഒരുക്കത്തിലൊന്നും അത്ര ബോധേർഡ് അല്ല. അവരൊരു സാരി ഉടുത്ത് അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചെമ്മചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്, 2 എണ്ണം അടിക്കുമോ അവര്, പിന്നെ എന്താടാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു ആണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ, അത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അവര് ചെയ്തത്. പിന്നെ ഈ ഓരോ സീൻ എടുക്കുമ്പോഴും ഇവര് രണ്ടുപേരും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നു എന്താ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് വിട്ടുതരാ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്പേസ് ഉണ്ട്, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും ഇംപ്രവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്നിട്ടാണ് പോയത്. അപ്പം ഇറ്റ് വാസ് മോർ ഈസി. അതിന്റെ കൂടെ പറയട്ടെ, നമ്മൾ എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട്, നമുക്ക് കുറച്ച് ദേഷ്യങ്ങളൊക്കെ വരുമല്ലോ. ഈ സമയത്ത് ചില സമയത്ത് ഇറിറ്റേഷനൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. നോട്ട് ബിക്കോസ് ഓഫ് സംബഡി, പക്ഷെ എൻ്റയർ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി നടന്നു വരില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ സാധാരണ സിനിമ സമയത്ത്, ബിക്കോസ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം, വിചാരിച്ച സമയത്തൊന്നും ഈ ഭീമന്റെ വഴി പോയ മാതിരി പോയില്ല അല്ലെ എല്ലാ കാര്യങ്ങളും. ചില സമയത്ത് ഒരു സീൻ നടക്കുക, ചിലപ്പോൾ ലൈറ്റ് പോയി, ചിലപ്പോൾ സൺസെറ്റ് നേരത്തെ ആയി, അല്ലെങ്കിൽ മഴ വന്നു. അപ്പൊ ഹൗ ഡു യു ഇതുവരെ ഐ എം ജസ്റ്റ് ആസ്കിങ് യു ബിക്കോസ് ഐ യൂസ് ടു ഗെറ്റ് ഇറിറ്റേറ്റഡ് സംടൈംസ് ഈ ടെലിവിഷൻ ഷോസ് ഒന്നും നീണ്ടു പോകുമ്പോൾ ഇഷ്ടം തീരാത്തതൊക്കെ ഞാനിങ്ങനെ ഐ ഗെറ്റ് വെരി ആൻഷ്യസ് അബൌട്ട്. How do you guys handle, because you are the next generation? Usually 9 o'clock കഴിഞ്ഞാൽ ഞാൻ ഡൗണാ. എന്റെ ഫ്യൂസ് ആവും. എനിക്ക് 9 മണിക്ക് ശേഷം ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവുമാണ്. എനിക്ക് ഉറക്കം നിന്ന് പണിയെടുക്കുന്നതിന് ഇഷ്ടമല്ല. അപ്പം പക്ഷെ നമ്മുടെ ഒരു ഭീമന്റെ വഴിയുടെ ഒരു ഗുണം 8-8:30 ആകുമ്പോൾ പാക്കപ്പ് ആവും. പിന്നെ ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് വന്നാൽ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ രാത്രിയിൽ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ. മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ 9 തീരുന്നു വിചാരിച്ചാലും ചിലപ്പോൾ 10-11 ഒക്കെ ആയിട്ട് ചില സമയങ്ങളിൽ പോവാറുണ്ട്. അപ്പൊ എനിക്ക് ദേഷ്യം വരും, എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയാൽ മതി, മതിയായിരുന്നു എന്നൊക്കെ തോന്നും. ഇവിടെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. What about you? It's you. Okay, both issues. I don't know. I've thought of this. Actually, ഷൂട്ടിന്റെ സമയത്ത് എന്നിട്ട് എപ്പോ എവിടെ പോണെങ്കിലും ഞാൻ ഈ അലാം ഒരു സ്നൂസ് അടിച്ചിട്ടായിരിക്കും ഞാൻ എഴുന്നേക്കുക. But I have no idea why. The day I am actually on set, I don't need any alarm to wake up. And then I think that Bhimante Vadi is, I'll say till now, there is the projects. I'll say those 47 heavenly days of my life. Day like I have blasted the set. I was so happy to be a part of the crew. And then the beauty was that. So I don't think I was. And then actually എന്റെ ഷൂട്ട് ഇവരെല്ലാവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാ. ഞാൻ 47 ദിവസം ആ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആകെ 4-5 ദിവസത്തെ ഷൂട്ടായിരുന്നു. But then it happened like after everybody's shoot was there. എന്റെ ചാക്കോച്ചിന്റെ സീക്വൻസസ് ബാക്കി നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ 15 വീട്ടുകാരുടെ ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പറഞ്ഞില്ലേ മറ്റേ വിൻസിയുടെയും ചാക്കോച്ചിന്റെയും ഇന്ററാക്ഷൻ നടത്തുന്ന സമയത്ത് ബാക്കിൽ ചിന്നു നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സീനിൽ നമ്മൾ എല്ലാവരും ബാക്കിലും സൈഡിൽ കൂടെ പോകുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഫർണിച്ചേഴ്സ് ആയിട്ട് we were the furnitures in the set. I think I agree with Megha. This movie, ഈ മൂവിയുടെ സെറ്റില് നമ്മള് ഈ പറഞ്ഞ പോലെ ലൈക് ബാക്കി എന്തിനും ഈ പറയുന്ന എനിക്കും അലാമിന്റെ ഒരു 10-15 അലാം വെച്ചാലേ രാവിലെ ഞാൻ എണീക്കുള്ളൂ. പക്ഷേ on this I keep an alarm and I'll wake up on time. There was not been a single day where I've been like why today, and it doesn't matter what time I went to bed. And I think that also is the passion for the craft that you're doing. Thank God I'm blessed enough to be able to do what I want to do. ഒന്ന് രണ്ട് ലൈക്ക് നമുക്ക് ആർക്കും അധികം ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ ലേറ്റ് നൈറ്റ്സ് സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് വി ലിറ്ററലി സ്റ്റേഡ് 10 minutes away from where we were shooting. അപ്പോൾ പല സമയങ്ങളിലും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടക്കണം. പിന്നെ നമ്മൾ നടന്ന് റൂമിൽ നിന്ന് നമ്മൾ നടന്നാണെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും we'll come to the location and we'll see what everybody is doing. And I don't think
and everybody was enjoying it. ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് തമാശ കളിച്ച് ചിരിക്കുന്നതുകൊണ്ട് it wasn't hectic at all, at least not on this project. So that's what the beauty of Malayalam cinema now. ഒരു തിങ്കളാഴ്ച നിശ്ചയം ഒരു സിനിമ, നിങ്ങളുടെ ഈ ഭീമന്റെ വഴി, എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ചെറു നാട്ടുപ്രദേശം നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. I was telling this to when I was interviewing Senna Hegde. കാസർഗോഡ് എന്നുള്ള സ്ഥലം, പക്ഷെ എനിക്കറിയാം തൃശ്ശൂരും ആലപ്പുഴയും തിരുവനന്തപുരത്തൊക്കെ ആൾക്കാരുണ്ട്. ഇതുമാതിരി തന്നെയാണ് നിങ്ങളുടെ നാട്ടിലും. ഇത് കേരളത്തിന്റെ ഭൂപടമാണ് ഇത്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ റോളുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്തെങ്കിൽ ആരായിരിക്കും നിങ്ങളുടെ റോൾ നന്നായിട്ട് ചെയ്യാൻ ഈ ഗാങ്ങിൽ? അതെ, ചിന്നുവിന്റെ ക്യാരക്ടർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ജൂഡോ ഒന്നും നമുക്കറിയില്ല. I think Megha could do Anju pretty well. I think. No man, no. Itera, this is your big heart. I don't know. That was flying short and all. അതൊക്കെ ഗിരീഷ് ഗംഗാധരൻ and Supreme Sundar and team magic ആണ്. Yes. But yeah. നിങ്ങളുടെ റോളുകൾ നിങ്ങളുടെ കയ്യിൽ ഭദ്രം. കറക്റ്റ്? അതെ. നിങ്ങൾ പറഞ്ഞില്ലപ്പോ ഞാനായിട്ട് പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി എന്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ക്വിസ് ഉള്ള കാര്യം ആതിര പറഞ്ഞു. അയ്യോ ഇല്ല, ചേച്ചി ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ബ്രേക്ക് തരും, കുറച്ച് വെള്ളം കുടിക്കാനായിരുന്നു. എന്റെ ഡാറ്റ തീർന്നു. ഞാൻ വെള്ളം കുടിപ്പിക്കാം. ഞാൻ ഇപ്പോഴേ ലൈക്ക് റീത്തയുടെ ക്യാരക്ടർ വെച്ച് ഞാൻ ഇപ്പോഴേ കമത്തി ഗ്ലാസ്. വളരെ എളുപ്പമുള്ള എന്റെ വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആ കുട്ടികളോട് ചോദിക്കാറ്. അപ്പൊ റെഡി ആകും എല്ലാവരും? താങ്ങാനുള്ള ആരോഗ്യം ഇല്ല. ഇത് FTQ എന്ന് പറയുന്നത് ഫേസ് ദിസ് ക്വസ്റ്റ്യൻ വിത്ത് മീ രേഖ എന്നാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പോരെ ചേച്ചി എന്ന് ചോദിച്ചാൽ ഇത് കുറച്ചൊരു ജനറൽ നോളജ്, ഇത്രേ ഉള്ളൂ. ദിസ് ഇസ് ജനറൽ നോളജ് മൂവി. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി ഞാൻ എടുത്തേക്കുന്നത് വിമൻ സെൻട്രിക് റോൾസ് ഉള്ള മലയാളം അല്ലെങ്കിൽ ഹിന്ദി സിനിമ, ഇന്ത്യൻ സിനിമകളെ കുറിച്ചുള്ള 1-2 ലൈൻ പറയും. ആ സിനിമയുടെ പേര് പറഞ്ഞാൽ ഈ ഉള്ളവൾ അടുത്ത ചോദ്യത്തിലേക്ക് ചാടാം. ഇതൊരു ഹിന്ദി പടമാണ്, പല ലാംഗ്വേജിലും പോയിട്ടുണ്ട്. Married housewife has to go to a foreign country and gets mocked for not knowing how to speak the language. English. Oh, മൂന്നാമത്തെ ഓക്കെ. അടുത്തത് ഒറ്റ ലൈൻ. ഹണിമൂൺ അലോൺ. Queen. I'm getting all the face of the people. Really came in my head. Kangana came in my head, but I forgot the name. അത് സാരമില്ല, ഇതൊക്കെ എളുപ്പമല്ല. നിങ്ങൾക്ക് എന്നോട് കുറച്ച് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. അടുക്കള, പാത്രം, അടുക്കള, സിങ്ക്, ദോശ, കിച്ചൺ. മതിയോ? ഈ കുട്ടി ഞാൻ ഹിന്ദി സിനിമ ആലോചിക്കുമായിരുന്നു. സോറി. എന്നാ ശരി, മലയാളം ആക്കാം. ഇതടുത്ത് മലയാളം. അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിച്ച് വെഞ്ചൻസ്. മഞ്ജു വാര്യർ ആൻഡ് തിലകൻ ആൻഡ് ഞാൻ പറയാം, കണ്ണെഴുതി പൊട്ടും തൊട്ട്. മഞ്ജുവിന്റെ ക്യാരക്ടർ ഭദ്ര. അതെ. അടുത്തത് ഇതൊരു ഹിന്ദി പടമാണ്. A movie shows a story of unusual circumstances that 4 women find themselves in. Okay, 4 സ്ത്രീകൾ unusual circumstances. Throughout the plot, these women go through hardships and labor due to patriarchal society which moves is this. അമിതാഭ് ബച്ചന്റെ മൂവി അല്ലേ? അല്ല, ഇത് 4 സ്ത്രീകളുടെ, ഒരു സൂപ്പർ സ്റ്റാർസും ഇല്ല. ഇത് ഭയങ്കര രത്ന പതക്, ഒരു സ്ത്രീ. The lipstick under my burqa. I don't know why I was thinking of 4 more shots, but I was like, उसमें ऐसा कुछ था नहीं. അത് സിനിമയല്ലല്ലോ, സീരീസ് അല്ലേ? I was like, ഞാൻ അതിനകത്തായിരുന്നു lipstick under my burqa. Yeah, right. Oh, that's a shame. Lipstick under burqa was a beautiful film. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രത്ന പതക് അകത്ത് ഒരു സിനിമ ചെയ്യാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. I was like, she is a gem of an actor. സത്യം. അടുത്തത് ഇതൊരു മലയാള സിനിമയാണ്. A woman who doesn't lose focus in life despite a painful heartbreak, makes a success out of her career, stays single, and even when she gets a chance to reunite with the former lover Mohanlal, he decides to take a brave decision to go away. She becomes a collector
or she becomes a biggest Manju Sechi's project. Manju കുറച്ച് പിന്നാടി അയാൾ കഥ എഴുതുകയാണെന്നോ? അല്ലല്ല, അതിൽ സ്ത്രീ ഇല്ലല്ലോ, അതിൽ കല്യാണം കഴിക്കുമല്ലോ. ഓ ആണല്ലേ. മോഹൻലാൽ ശോഭന. ചേട്ടച്ചൻ അല്ലേ, ആ മൂവി അല്ലേ? അത് പവിത്രം. അതല്ല, അതേ സമയത്ത് വന്ന പടം. This is that Mohanlal is an IAS officer. Yes. പക്ഷെ പേര് എനിക്ക് കിട്ടുന്നില്ല. എന്താ കുട്ടികളെ, പക്ഷേ അതാണ് ആക്ച്വലി എന്റെ മനസ്സിൽ വന്നത്. How Quizmaster gets 1 point. Praise the Lord. This is an old padam, but you will get it. Lonely grandma, Malayalam one, chirpy, bubbly granddaughter. നോക്കത്താ ദൂരത്ത് കണ്ടുനിട്ട്. Correct. ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ നമ്മള് ടാറ്റാണ്. ഇത് വിനീത് ശ്രീനിവാസന്റെ പടമാണ്. I think is driven forward through Dr. Rohini for her battle with the world of human trafficking. That is Dhyan Srinivasan and Shobana. Yes. The movie is called ശോഭന മറ്റേ കുട്ടികളെ രക്ഷിച്ച്. Yes. ഞാൻ ക്ലൂ തരുന്നുണ്ട് ഇവിടെ. പേരെന്തായിരുന്നു? തിര. ഏകദേശം എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികൾ നന്നായി ഫ്ലെയർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. Thank you. ഇനി എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ്, യെസ് യു ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് എന്താ പറയാ 3 കഥാപാത്രങ്ങൾ, മറ്റു 5 പേരും, ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും ഈ സിനിമയിൽ ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും നോക്കിക്കണ്ട് നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ഈ ലാൻഡിങ്. ആൻഡ് ഐ ടോൾഡ് വി ആർ ഓൾ ഇൻ നൗ ഇൻ എ ഹൈവേ, വിത്ത് ബിസി ഹൈവേയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ലെഫ്റ്റ് റൈറ്റ് നേരെ പിന്നോട്ടേക്കില്ലെന്ന് എനിക്കറിയാം. You know U-turn also. How are you going to do? എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ റോള് കിട്ടിയതുപോലെ തന്നെ എല്ലാം നമ്മളെ തേടി വരുമായിരിക്കും. ഇതുവരെ അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നും ഞാൻ പോയി ചോദിക്കാതെ തന്നെ എന്നെ തേടി വന്നതാണ്. Very good. Then I'm actually a practical person. So I'll actually go with the flow. Whatever it comes, I'll take it, and then our flow is then go, and then hopefully my mother's prayers and everybody, like people who love me, avരുടെ ഒരു blessing ഒക്കെ വെച്ചിട്ട് I'll sail through. Very good. Very good. Then the last person, that is you now. I don't know. I mean, after Tamasha, I think I became too selective because I felt aarum ezhuthi vechu tharatha oru responsibility to make sure that, you know, after taking 2 steps forward with Tamasha, and especially with the amount of love and appreciation I got, that I should not go ahead and do a caricatured fat girl in a Malayalam movie. Is what I thought. And I've steered clear of it so far. And I don't know what the journey ahead is. And I don't know if I'll be that selective anymore. But I'd ideally like to continue doing very good characters whose definition is not that they are, you know, a certain body type or who look a certain way. I want to do characters that make an impact and a difference. And I think with Tamasha, because that is what the story was about. In Bhimante Vazhi, the how I look does not matter. Whoever did that role, at the end of the movie, people would clap. People would actually send the same messages they're sending me. So I think I want to continue doing such characters that people do not look at you and say, you know what, this is what I see. They'll just say, this is what I feel. So I want to continue doing such characters. I want to Chinu, I'm really proud that I met you, and I'm really, really happy that the characters that you have portrayed through cinema, like both the characters, like it be in Tamasha and what you have done in Bhiman, they are brilliant. They are literally brilliant, and I hope, and I'm not hoping it. I actually know, we were talking the other day. Like, you know, many women have come up to you and then thanked you. Many people love you for that. Many people, you broke their shell of, like, you know, it's okay to be whatever body size you are, and then you be comfortable in that. You know, I love it, cinema. We are in a mutual appreciation club, me and Mutual Appreciation Society. Paid alla, but ആ കാലൊക്കെ കഴിഞ്ഞിരിക്കും. ബിക്കോസ് ഇപ്പൊ വിദ്യാ ബാലൻ ഫോർ എക്സാമ്പിൾ, അവർ എന്തോരം ഇത് കേട്ടു, പക്ഷെ ഷീ സർവൈവ്. നോ, ഷീ ഡസന്റ് ബോദർ. എന്താണെങ്കിലും തടി കുറയ്ക്കാന്നുള്ളതും അവർ അതൊക്കെ ആ കാലത്തേക്ക് നിന്നൊക്കെ മുന്നോട്ട് വരണം. ബിക്കോസ് ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. Once I got out in Kochi airport, somebody said, നമ്മളെ കണ്ടോ, പണ്ടത്തെ ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചേട്ടാ ഈ വയറൊക്കെ ചേട്ടൻ സ്വന്തമാണോന്ന് ചോദിച്ചു. ബിക്കോസ് he had this bloody paunch, എന്നിട്ടാണ് എന്റെ മുഖത്തെ ഗ്ലാമർ നോക്കണത്. അപ്പൊ എല്ലാരും ഒരേപോലെ ഇരുന്നാല് ഭംഗിയില്ലല്ലോ. എല്ലാവരും ഒരാളെ പോലെ തന്നെ ഇരുന്നാൽ
എല്ലാവരും ഡിഫറെന്റ് ആയിട്ടിരുന്നാലല്ലേ അതിനൊരു ബ്യൂട്ടി ഉള്ളൂ. അതെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യുവേഴ്സ് ഇൻ ലക്കി സ്പേസ് വേർ നിങ്ങളുടെ ടാലന്റ് മാറ്റേഴ്സ് ആൻഡ് നോട്ട് ദ വേ യു ലുക്ക് ഓർ സുന്ദരിമാരാണെന്നോ പിന്നെ സൈസ് ഹീറോ ആണെന്നോ എന്നുള്ള കാലഘട്ടമൊക്കെ മാറുന്നു. സോ യു ആർ ലക്കി ദാറ്റ് യു ആർ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സ്പേസ് വെർ യു ഗെറ്റ് റൂൾസ് അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചു, എന്നോട് സംസാരിച്ച് വെള്ളം കുടിച്ചു. No, we should meet up for a group hug. Virtual hug. Whenever you're in town next, we are meeting up for a group hug. Definitely. Yeah. ഞാൻ വരാറുണ്ട് സാധാരണ, കൊച്ചി ഓൾസോ. Yes. Yes. അപ്പൊ അങ്ങനെ We shall the meet. യെസ്, ലവ്ലി ടോക്കിംഗ് ടു യു. കാരണം ഞാൻ ഈ സിനിമയേക്കാൾ കൂടുതൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിരുന്നു. കാരണം ഈ സിനിമ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഇനി And I should say, നമ്മൾ ഇതുവരെ ചെയ്ത ഇന്റർവ്യൂസിൽ this one has been amazing. The questions were different. You were amazing because we already love you. We are already biased. But yeah, thank you. so much. അപ്പൊ ലവ് യു ആൾ. Correct. Bye bye. Bye. Thank you. ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, എന്നെ എങ്ങനെ മേലോട്ടേക്ക് വരുള്ളൂ. ഓക്കെ.